AWSന്റെ കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സർവീസാണ് നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ഇപ്പോൾ കോഡ് ബിൽഡ് എന്താണെന്നും എന്തിനാണ് കോഡ് ബിൽഡ് എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കി ഒരു ഓവർവ്യൂ, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതുവരെയുള്ള സെഷൻസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കോഡ് കമ്മിറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് നോക്കി പ്രാക്ടിക്കൽസ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോഡ് കമ്മിറ്റ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഒരു സ്റ്റേജാണ് കോഡ് ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് കോഡ് ബിൽഡ് യൂസ് ചെയ്യുന്നതെന്നും ഈ ഒരു സ്റ്റേജിൽ കോഡ് കമ്മിറ്റ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കി കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഡെവലപ്പറിൻ്റെ ലോക്കൽ മെഷീനിലാണ് കോഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡെവലപ്പറിന് ആ ഒരു സെൻട്രലി ആ ഒരു കോഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കൊളാബറേറ്റേഴ്സ് കൂടെ ടീം മെമ്പേഴ്സായിട്ടെല്ലാം കൊളാബറേറ്റ് ചെയ്യുന്നതിനും അതുപോലെ വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസ് എല്ലാം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു സർവീസ് യൂസ് ചെയ്ത് തുടങ്ങിയത്. AWSന്റെ ഓഫറിംഗ് ആണ് കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സർവീസ്. അപ്പോൾ ആ കോഡ് കമ്മിറ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെവലപ്പർ മെഷീന് എങ്ങനെ ലോക്കലി ആ ഒരു കോഡ് ലോക്കൽ മെഷീനിൽ നിന്നും ഡെവലപ്പറിൻ്റെ ലോക്കൽ മെഷീനിൽ നിന്നും കോഡ് കമ്മിറ്റിലോട്ട് നമുക്ക് പുഷ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോഡ് കമ്മിറ്റിൽ സോഴ്സ് കോഡ് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ്. അപ്പം നാച്ചുറലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പം ലോക്കൽ മെഷീനിലായിരുന്നാലും നമ്മൾ സോഴ്സ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത് ചെയ്യുന്നത് അതിനെ കോഡ് നമ്മൾ കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡിൽ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റേജസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AWSന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഫറിങ്സ് ഉണ്ട്, ഓരോ സർവീസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബിൽഡ് സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് കോഡ് ബിൽഡ് എന്ന് പറയുന്നത്. കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സർവീസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെവലപ്പർ മെഷീനിൽ നിന്നുള്ള കോഡ് കമ്മിറ്റിൽ എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ബിൽഡ് എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കോഡ് ബിൽഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്നും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. കോഡ് ബിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു AWSൻ്റെ മറ്റ് സർവീസസ് പോലെ തന്നെ ഒരു ഫുള്ളി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ സർവീസാണ്. സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സോഴ്സ് കോഡ് നമുക്കിപ്പോൾ കോഡ് കമ്മിറ്റിലോ AWSൻ്റെ ഓഫറിംഗ് ആണ് കോഡ് കമ്മിറ്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ S3 ബക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് ജിറ്റ് ഹബ്ബ് പോലെയുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി വെൻഡേഴ്സിലോ ഒക്കെ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് നമുക്ക് കമ്പൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AWSൻ്റെ കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ടെസ്റ്റുകൾ റൺ ചെയ്യുന്നതിനും അതുപോലെ ഈ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ ശേഷം സോഫ്റ്റ്വെയർ പാക്കേജസ് ആയിട്ട് പാക്കേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിൽ ഡിപ്ലോയ് ചെയ്യാൻ റെഡിയായിട്ടുള്ള എൻഡ് യൂസറിൻ്റെ എൻവയോൺമെൻറ്റിൽ ഡിപ്ലോയ് ചെയ്യാൻ റെഡിയായിട്ടുള്ള പാക്കേജസ് റെഡിയാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ്ലി സ്കെയിലബിൾ ആയിട്ടുള്ള കോഡ് ബിൽഡ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമുക്ക് മാനുവലി നമുക്ക് അതിൻ്റെ പുറകെ ഇപ്പോൾ എത്ര കൂടുതൽ ബിൽഡ് എൻവയോൺമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. AWS തന്നെ അത് മാനേജ് ചെയ്തോളും. എന്നിട്ട് മൾട്ടിപ്പിൾ ബിൽസ് എല്ലാം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സർവീസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റ് ടൂൾസ് ഉള്ളതാണ്. ജെങ്കിൻസ് ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഇതുപോലത്തെ ബിൽഡ് ചെയ്യുന്നതിനുള്ളൊരു ടൂളാണ്. അപ്പം ഈ ജെങ്കിൻസിന് ആൾട്ടർനേറ്റീവായിട്ട് AWSൻ്റെ ഒരു ഓഫറിംഗ് ആണ് കോഡ് ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര ടൈമാണോ നമുക്ക് ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു സോഴ്സ് കോഡ് ബിൽഡ് ചെയ്യാൻ നമ്മൾ എത്ര ടൈമാണോ എത്ര റിസോഴ്സസ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും നമുക്കിതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സ്കീമാണിത്. നമുക്ക് കോഡ് ബിൽഡ് ഉപയോഗിച്ച് സോഴ്സ് കോഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ കോഡ് ബിൽഡ് യൂസ് ചെയ്ത് നമ്മളൊരു സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് അണ്ടർ ദ ഹുഡ് സംഭവിക്കുന്നത് നമുക്ക് ഡോക്കർ കണ്ടെയ്നേഴ്സ് റൺ ചെയ്തിട്ടാണ് ഈ നമ്മുടെ കോഡ് ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു ഡോക്കർ കണ്ടെയ്നറിനകത്തൊരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന കോഡ് അത് ബിൽഡ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെയാണ് ആ ഒരു ബിൽഡ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡോക്കർ കണ്ടെയ്നറിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് എങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഇനി വരുന്ന പ്രാക്ടിക്കൽ സെഷൻസിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡോക്കർ കണ്ടെയ്നർ ലോഞ്ച് ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഡോക്കർ ഇമേജസ് ഉണ്ട്. നമുക്കത് ബിൽഡ് സ്റ്റേജൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോക്കർ ഇമേജസ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്തിട്ട് നമുക്ക് ബിൽഡ് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോക്കർ ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൽ സെക്യൂറാണ്, വളരെയധികം സെക്യൂറാണ്. അപ്പം ഇതിൽ ആർട്ടിഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഫയൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും പ്രാക്ടിക്കൽസിലോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് കസ്റ്റമർ സ്പെസിഫിക് കീസ് വെച്ച് തന്നെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അത് AWSൻ്റെ KMS സർവീസ് തന്നെ മാനേജ് ചെയ്തോളും. അതുപോലെ ഈ പറഞ്ഞ കോഡ് ബിൽഡ് മറ്റ് സർവീസസ്, അതായത് IAM-ഉം ക്ലൗഡ് ട്രെയിലും അങ്ങനത്തെ ഉള്ള സർവീസസുമായിട്ടും എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ IAM-ൽ നമുക്ക് സെറ്റ് ഓഫ് റൂൾസോ പോളിസീസോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ നമുക്കിതിനെ സെക്യൂർ ആക്കാൻ പറ്റും കൂടുതലായിട്ട്. അപ്പോൾ അതൊക്കെയാണ് കോഡ് ബിൽഡിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ മൊത്തത്തിലൊരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡ് കിടക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നിൽ കോഡ് കമ്മിറ്റിലായിരിക്കും. നമ്മൾ കണ്ടതുപോലെ നമ്മളിപ്പോൾ AWSൻ്റെ DevOps സീരീസ് ആണ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെപ്പോഴും കോഡ് കമ്മിറ്റ് ആയിരിക്കും ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സോഴ്സ് കോഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വെർഷൻ കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി മറ്റ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GitHub ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് AWSൻ്റെ S3യിൽ കീപ്പ് ചെയ്യാം സോഴ്സ് കോഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സോഴ്സ് കോഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യണമെന്ന് ഈ സോഴ്സ് കോഡ് എടുത്തുകൊണ്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിൽഡ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫയലാണ് ബിൽഡ് സ്പെക് .yml എന്ന് പറഞ്ഞ ഒരു YAML ഫയലാണ്, YAML ഫോർമാറ്റിലുള്ള. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് YAML ഫയൽ. ഈ ഒരു ബിൽഡ് സ്പെക് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാം ഇനി വരുന്ന സെഷൻസിൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ബിൽഡ് സ്പെക് .yml എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു YML ഫയൽ ബിൽഡ് സ്പെക് .yml എന്ന് പറഞ്ഞ ഫയൽ നമ്മുടെ മറ്റ് സോഴ്സ് കോഡ് ഫയലിൻ്റെ കൂട്ടത്തിൽ ആ ഒരു റൂട്ടിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കും ഇൻസ്ട്രക്ഷൻസോട് കൂടി ഈ ഫയൽ. അപ്പോൾ ഈ ഫയലിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ഈ കോഡ് ബിൽഡ് നമ്മുടെ സോഴ്സ് കോഡിനെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് മനസ്സിലാവും. പിന്നീട് ഉള്ളത് നമുക്ക് ഈ ബിൽഡ് ചെയ്ത് കഴിഞ്ഞുള്ള ലോഗ്സ്, ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട്, അതിൻ്റെ എന്തൊക്കെ സംഭവിച്ചു, ബിൽഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഫെയിലേഴ്സോ സംഭവിച്ചു, അങ്ങനെയുള്ള കംപ്ലീറ്റ് ലോഗ് അതെല്ലാം നമുക്കൊന്നിൽ നമ്മുടെ S3 ബക്കറ്റിലോട്ട് കൊണ്ട് ഔട്ട്പുട്ട് റിഡയറക്റ്റ് ചെയ്ത് അവിടെ സേവ് ചെയ്ത് വയ്ക്കാം, പിന്നീട് ലേറ്റർ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലൗഡ് വാച്ച് ലോഗ്സിൽ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോസിബിളാണ് ഈ കോഡ് ബിൽഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് ക്ലൗഡ് വാച്ച് മെട്രിക്സ് ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാം. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ബിൽഡ് സമയത്ത് സംഭവിക്കുന്ന പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ക്ലൗഡ് വാച്ച് മെട്രിക്സ് ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് അനലിറ്റിക്സിനെല്ലാം പോസിബിളാണ് കോഡ് ബിൽഡിൻ്റെ ഈ ബിൽഡ് സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നത് കാരണം. പിന്നീട് ഈ ബിൽഡ്സ് ഫെയിൽ ആവുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഫെയിൽസോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ക്ലൗഡ് വാച്ച് ഇവൻറ്റ്സ് ഉപയോഗിച്ച് അത് ഡിറ്റക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം ട്രിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ എത്രയെങ്കിലും ഒരുപാട് ഫെയിലേഴ്സൊക്കെ വരെയാണെങ്കിൽ നമുക്ക് ത്രെഷോൾഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് നമുക്ക് ക്ലൗഡ് വാച്ച് അലാംസിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെല്ലാം പോസിബിളാണ്. ഒരു ത്രെഷോൾഡിൽ കൂടുതൽ ഫെയിലേഴ്സ് വരെയാണെങ്കിൽ നമുക്ക് ക്ലൗഡ് വാച്ച് അലാംസിലോട്ടെല്ലാം കൊണ്ടുപോകാം. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം കോഡ് ബിൽഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കോഡ് ബിൽഡ് നമുക്ക് SNS എന്ന് പറഞ്ഞ സർവീസുമായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കോഡ് ബിൽഡിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് SNSലോട്ട് സെൻഡ് ചെയ്തിട്ട് നമുക്ക് അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു SNS പറഞ്ഞ സർവീസ്. അപ്പോൾ പിന്നീട് നമുക്ക് മെയിലിലോട്ടോ അങ്ങനെ എന്തെങ്കിലും അതിലോട്ടുള്ള എൻഡ് പോയിൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓവർവ്യൂ. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് സെഷൻ മുതൽ ഇതിൻ്റെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഈ ഒരു ബിൽഡ് സ്പെക്ക് ഫയലിൻ്റെ ഒരു സാമ്പിളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കോഡ് ബിൽഡ് ഉപയോഗിച്ച് നമുക്ക് ബിൽഡ് അപ്പോൾ ഒരു ബേസിക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഓൾറെഡി നമ്മളെ ഒരു വെബ്സൈറ്റിൻ്റെ സോഴ്സ് കോഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സോഴ്സ് കോഡ് നമുക്ക് എങ്ങനെ ഈ ഒരു ബിൽഡ് സ്പെക്ക് എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ നോക്കി നെക്സ്റ്റ് സെഷൻസിൽ ചെയ്ത് നോക്കി മനസ്സിലാക്കാം.